Hi, hello, assalamu alaikum. Welcome back to my YouTube channel. Hope you all guys are fine and good. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയ ടിപ്പ്. മാഷാ അല്ലാഹ്, നമ്മൾ ഒരുപാട് ടിപ്പ് പറയുമ്പം ഒരുപാട് കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഹാപ്പിയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, നമുക്ക് എനിക്ക് അറിയുന്ന, എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഇല്ലാണ്ടിരിക്കുകയുള്ളൂ. ഓക്കെ ഓക്കെ അപ്പോൾ എന്താണ് നമ്മളെല്ലാവർക്കും ഉള്ളൊരു, എല്ലാവർക്കും എന്ന് പറയാൻ പറ്റില്ല, കുറേ ആളുകൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമായിരിക്കും ഈ ഫേസിൻ്റെ ഈ ഭാഗങ്ങളിൽ വരുന്ന കുഴികൾ. അതായത് ചെറിയ 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 കുഴികളുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ചിലർക്ക് പിമ്പിൾസ് വന്നിട്ട് അത് പോയിട്ട് അത് വലിയൊരു ഹോളായിട്ട് നിൽക്കുന്നവരുണ്ടാവും. പലർക്കും പല ഭാഗത്തായിരിക്കും, ചിലർക്ക് ഇവിടെ ഉണ്ടാവും, ചിലർക്ക് ഇതാ ഇവിടെ ഉണ്ടാവും, ചിലർക്ക് ഫേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. ഡിപ്പെൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, എനിക്കറിയാവുന്ന കാരണങ്ങൾ ഇതെന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും മേക്കപ്പോ അല്ലെങ്കിൽ സൺസ്ക്രീനോ ആയിക്കൊള്ളട്ടെ, തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം നല്ലപോലെ മുഖം കഴുകാൻ വേണ്ടി നോക്കണം. അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് കിട്ടുന്നവരുണ്ടായിരിക്കും. ചിലർക്ക് ഉമ്മാർക്കും ഉപ്പാർക്കും നമുക്ക് അങ്ങനെ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉമ്മാക്കും ഉപ്പാക്കും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് വരും. അപ്പം ചിലർക്ക് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടൊക്കെ വരും. എനിക്കറിയാവുന്ന കാരണങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിന് രണ്ട് രീതിയിൽ ഒരുപാട് റെമഡീസ് ഉണ്ട്. പക്ഷേ എഫക്റ്റീവായിട്ട് ഞാൻ ഇപ്പം എൻ്റെ സിസ്റ്ററിനായാലും എനിക്കിതാ ഇവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് കുഴി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ട്, ഇവിടെ ഒന്നും എനിക്കില്ല, പക്ഷേ ഇവിടെ ഇങ്ങനെ കുറച്ച് മുമ്പ് ഫീൽ ചെയ്തിട്ട് ഞാൻ ചെയ്ത റെമഡീസൊക്കെ ആയിട്ട് 2-3 റെമഡീസ് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറയുന്ന ഒരു റെമഡി മുഖക്കുരു ഉള്ളവർക്കും ഇല്ലാത്തവർക്കും 2 രീതിയിലാണ് പറഞ്ഞു തരുന്നത്. തക്കാളി ഇല്ലേ, ഒരു തക്കാളി എടുക്കുക, വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഈ തക്കാളി നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കുക. വെള്ളമൊന്നും നിങ്ങൾ പാരരുത്. മുഖക്കുരു, അതായത് നിങ്ങൾക്ക് പാല്, അതായത് ഫസ്റ്റ് പറഞ്ഞുതരാം. തക്കാളി അരച്ച രീതിയിൽ വെക്കുക. അരച്ചിട്ട് അതിൽ 1 സ്പൂണ് പാല് ചേർക്കുക. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം കേട്ടോ, കുറച്ച് ദിവസം വരെ നിങ്ങൾക്കത് നിൽക്കും. എന്നിട്ട് അതിങ്ങനെ നിങ്ങൾക്ക് എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങളതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങും, പിന്നെ അതിൻ്റെ മേലെ കുറച്ചും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് തേച്ചതുപോലെ ഫീൽ ചെയ്യത്തില്ല. പിമ്പിൾസ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു പാക്ക് ഫോളോ ചെയ്യരുത്. അല്ലാത്തവർക്കുള്ള പാക്കാണ് പറയുന്നത്. ഒരു 1 to 2 മന്ത് ഒരിക്കലും ഈ പോർസ് എന്ന് പറയുന്ന സംഭവം, ഈ കുഴികൾ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് ഇന്ന് തേച്ച് നാളെ റിസൾട്ട് കിട്ടുന്ന ഒരു വിഷയമല്ല. വെറുതെ ചിലപ്പോൾ ഏതെങ്കിലും വീഡിയോസിലൊക്കെ പറയുന്നുണ്ടാകും, ഓക്കെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ, ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് മാറ്റം കിട്ടുന്നു. അത് വെറുതെയാണ്. നാച്ചുറലി നിങ്ങളത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 to 2 മന്ത് വരെ ടൈം എടുക്കും. ചെറിയ ചെറിയ ഹോളുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് പോയി കിട്ടും. വലുതൊക്കെ ആണെങ്കിൽ അതിങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി ഈ പാല് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് പിമ്പിൾസ് വരും പാല് തേച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ളവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ പാല് തേച്ചാൽ പിമ്പിൾസ് വരാത്തവരായിരിക്കും, പക്ഷെ നോർമലി പിമ്പിൾസ് വരുന്നവരാണെങ്കിൽ ഈ തക്കാളി പേസ്റ്റിൽ കുറച്ച് മുൾത്താണി മെട്ടിയൊക്കെ വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിക്കുമ്പോൾ നല്ലത് തന്നെ നോക്കി വാങ്ങിക്കുക. എന്നിട്ട് അത് കുറച്ച് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അത് നിങ്ങൾ അപ്ലൈ ചെയ്തൊക്കെ ഉണങ്ങുന്നവരെ വെച്ചിട്ട് നല്ലപോലെ വാഷ് ചെയ്ത് കളയുക. ഇത് നല്ലൊരു മെത്തേഡാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് പോകാവുന്ന ഒരു മെത്തേഡാണ്. പിമ്പിൾസ് ഉള്ളവർക്കും അല്ലാത്തവർക്കും ഞാൻ പറഞ്ഞു തന്നു. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ ഗ്ലിസറിനില്ലേ, അത് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഡ്രോപ്പ് എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. അത് നല്ലൊരു വഴിയാണ് നിങ്ങൾക്ക്. അതായത് ഇതിനൊന്നും നേരമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടെ നിങ്ങൾ ഇതും കൂടെ ട്രൈ ചെയ്യുക. അതായത് നമ്മളുടെ ഐസ് ഉണ്ടല്ലോ, ഐസ് നിങ്ങൾ ഒരു തുണിയിൽ, അതായത് കോട്ടൻ്റെ തുണിയിൽ വെച്ചിട്ട് രാവിലെയും രാത്രിയായിട്ട് നിങ്ങൾ ഇങ്ങനെ നമ്മളെന്താ പറയുക, റൊട്ടേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്തോ നിങ്ങൾ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു 1 to 2 മന്ത് നിങ്ങളിത് ട്രൈ ചെയ്തു, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്കിത് വൺസ് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു പാക്ക് ഇടുന്ന പോലെ ഒന്നുമല്ല. നിങ്ങൾക്ക് വൺസ് ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളിത് ഫോളോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പാക്ക്, ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തിട്ട് റിസൾട്ട് ഉള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നേരിട്ട് കണ്ടിട്ടും പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടും എല്ലാം കൂടെയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. എനിക്ക് മുഖത്ത് ഇവിടെ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്കിതാ ഈ ഭാഗത്തായിരുന്നു ഒരുപാട് പറയാൻ പറ്റില്ല, 1-2 ഹോളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ
ഞാൻ ഒരു എൻക്വയറിക്ക് ഞാൻ മറുപടി കൊടുത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മറുപടി കൊടുക്കാൻ ടൈം കിട്ടാതായി തുടങ്ങിയിരിക്കുന്നു. എന്താണ് ബയോട്ടിൻ പൗഡറിനെ കുറിച്ച്. ഈ ബയോട്ടിൻ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം. ഇൻഷാ അള്ളാ നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഞാൻ കൊടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ തന്നെ ഞാൻ അറിയുന്നവർക്ക് ഞാനിത് കൊടുക്കലുണ്ടായിരുന്നു. കാരണം എനിക്ക് പേഴ്സണലി ഇപ്പോഴും വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം അത് അങ്ങനെ ഉണ്ടായിട്ട് തന്നെ നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലെത്തുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ എനിക്കൊരു 10-12 കിലോ പോലെ എനിക്ക് ഓൾറെഡി പൈസ അയച്ചു തന്നിട്ട്. അതായത് ഞാൻ എൻ്റെ അറിയുന്ന സർക്കിളാണ് പറയുന്നത്, ഔട്ട്സൈഡ് കസ്റ്റമേഴ്സിൻ്റെ സൈഡല്ല. കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് തന്നെ 11ഓളം കസ്റ്റമർ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് പൈസയും അടച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഓൾറെഡി ഞാൻ ഓർഡർ പേയ്മെൻറ്റ് വാങ്ങിച്ച് വെച്ചവർക്ക് എനിക്ക് നോമ്പ് കഴിഞ്ഞിട്ട് എത്തിക്കാൻ പറ്റും ഏപ്രിൽ ഒരു പകുതിയോടുകൂടെ. പക്ഷേ അതല്ലാണ്ട് നമ്മളൊരു 50 പേരുടെ ഓർഡർ പുറത്തുനിന്ന് ഞാൻ എടുക്കും. അപ്പോൾ അവർക്കെല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും ഞാനിത് മേക്ക് ചെയ്യുന്നത്. നാട്ടിലെത്തും ഞാൻ ഇൻഷാല്ല. നോമ്പ് കഴിഞ്ഞ് ദ വെരി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ വിത്തിൻ 2-3 ഡേയ്സിൽ ഞാൻ നാട്ടിലെത്തും ഇൻഷാല്ല. അപ്പം ഇത് ചോദിക്കുന്നത്, എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് നിങ്ങൾ എടുക്കുമ്പം മെയിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുക ഹെയർ ഗ്രോത്ത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന സ്കിൻ ഗ്ലോ. ഒരുപാട് പേര് ചോദിക്കും എന്താണ് ഇൻടേക്ക് എടുക്കേണ്ടതെന്ന്. അപ്പോൾ അത് പിന്നെ PCOD തൈറോയ്ഡ് പോലുള്ളവർക്കുള്ളൊരു ബെനിഫിറ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ഹോസ്റ്റലിൽ പോകുന്ന കുട്ടികൾക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു ബയോട്ടിൻ പൗഡർ എടുക്കുകയാണെങ്കിൽ ഒരുവിധ എല്ലാ കാൽഷ്യം, അയണും, ഫോസ്ഫറസും എല്ലാം, മഗ്നീഷ്യം എല്ലാം നിങ്ങൾക്ക് ഈ ബയോട്ടിൻ പൗഡറിലൂടെ കിട്ടും. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, മാർവാസിൻ്റെ ഒരു പ്രോഡക്റ്റിലും നമ്മൾ കെമിക്കൽ ആഡ് ചെയ്യുന്നില്ല. ഈ ബയോട്ടിൻ പൗഡർ മേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിത് ആദ്യം എല്ലാം സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഉണക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് വറുക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് നമ്മൾ ഇതാക്കണം. അത് കുറച്ച് നമ്മളെന്താ പറയുക, മേത്തക്ക് പിടിക്കുന്ന രീതി എന്നൊക്കെ പറയുന്നില്ല, അതുപോലുള്ളൊരിതാണ്. അപ്പം ഇത് നമ്മൾ ഓരോന്ന് ചേർക്കേണ്ട ഓരോ അളവുണ്ട്. ഞാൻ ഏതൊക്കെയാണ് പ്രോഡക്ട്സ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ എല്ലാ സീഡ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കക്കാവോ പൗഡർ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നല്ല നല്ല ചെറുപയർ അങ്ങനത്തെ ബീസ് ഐറ്റംസ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നട്ട്സുകൾ വരുന്നുണ്ട്, പിന്നെ മധുരത്തിന് ജാഗരി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ബയോട്ടിൻ പൗഡർ ഞാൻ വീഡിയോ ഇടുന്ന അന്ന് നിങ്ങൾ ഓർഡർ, അതായത് ഞാൻ വീഡിയോ ഇടും, ഇനി മുതൽ പുറത്തുനിന്ന് ഇത്ര പേർക്ക് ഓർഡർ എടുക്കാം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടും. അന്ന് ഞാൻ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് ഏതൊക്കെ ഇൻഗ്രീഡിയൻസാന്ന് പറയും. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഫാമിലീസിലും ഫ്രണ്ട് സർക്കിളിലും ഇത് കൊടുക്കുമ്പം അവരിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം കൂടെ പൊടിക്കുന്നതെന്ന് പറയുമ്പം അവർ പൊടിക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്ന പോലെ ആവുന്നില്ല എന്ന് തോന്നുന്നു. മേ ബി വർഷങ്ങളായിട്ട് ഇത് ചെയ്തു കൊണ്ടുവരുന്ന ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും എനിക്കിതിങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യമുള്ളടാ, എന്തിനും അതിൻ്റേതായ അളവുകളുണ്ട്. ആ അളവുകളിലാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഇൻടേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക്, പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുമ്പം 600 mg, അതായത് 600 ഗ്രാമിന് നമ്മൾ 1260 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. ഞാൻ പുറത്ത് കൊടുക്കുന്നത് ബിക്കോസ് അതിലുള്ള എല്ലാ കാര്യങ്ങളും അത്യാവശ്യം എക്സ്പെൻസീവാണ്. പിന്നെ ഞാനിടുന്നൊരു എഫേർട്ട്, അതുകൊണ്ടാണ് നമുക്ക് അത്ര പ്രൈസ് വരുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ സെപ്പറേറ്റ് വില നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ 1 കിലോന് ഒരുപാട് റിക്വസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. കസ്റ്റമറായിട്ട് വാണ്ടഡ് ആയിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലി വാങ്ങുന്നവരൊക്കെ 2 കിലോനോ 1.5 കിലോനോ വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് സെപ്പറേറ്റ് പൈസയായിരിക്കും. 600 mg ആണ് ഞാനിപ്പോൾ പുറത്തോട്ട് ഇപ്പോൾ ഈ ഫസ്റ്റ് എടുക്കുന്ന 50 ഓർഡറിൽ 600 mg കൊടുക്കുന്നുള്ളൂ. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് 2000 അങ്ങനെയൊക്കെ പറയുമ്പം 2 കിലോന് 3 കിലോന് എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് അത് അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പോൾ നോക്കിയിട്ട് നിങ്ങളുടെ പാകം പോലെ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമുക്ക് ഒരുപാട് പേര് വീണ്ടും റിസൾട്ട് അറിയിക്കുമ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് മാർവാസ് ഇത്രയും എത്തി നിൽക്കുമ്പം പഠിച്ച റബ്ബിനോടും നിങ്ങളോടും ഒരുപോലെ നന്ദി പറയാണ്. എപ്പോഴും പറയുന്ന പോലെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സൗന്ദര്യം നിങ്ങളെ തേടി വരുള്ളൂ. നല്ലപോലെ ഉറങ്ങുക, നല്ല വെള്ളം കുടിക്കുക. ഞാൻ പറയുന്ന പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.